ശിശുപാലൻ എന്ന് കേട്ടിട്ടുണ്ടോ? മഹാഭാരതത്തിലെ ശിശുപാലനെ കേട്ടിട്ടുണ്ടോ എന്നാണ്. വാസുദേവരുടെ സഹോദരിയുടെ മകനാണ് ഈ ശിശുപാലൻ. നമ്മുടെ ശ്രീകൃഷ്ണന്റെ തൊട്ടടുത്ത ബന്ധുവാണ്. ശിശുപാലൻ ജനിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ശിശുപാലന് 3 കണ്ണുകളും 4 കൈകളും ഉണ്ടായിരുന്നു. മുനിമാരൊക്കെ പറഞ്ഞത്, ആരാണോ ശിശുപാലനെ എടുക്കുമ്പോൾ ഈ എക്സ്ട്രാ ഉള്ള കൈകളും കണ്ണുമൊക്കെ അപ്രത്യക്ഷമാകുന്നത്, ആ ആള് തന്നെ ഈ ശിശുപാലന്റെ അന്തകനായി തീരും എന്നാണ്. അവിടെയുള്ള പലരും വന്ന് കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിനൊരു മാറ്റവും ഇല്ലാതിരിക്കുകയും ഒടുവിൽ ശ്രീകൃഷ്ണൻ പോവുകയും ശ്രീകൃഷ്ണൻ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ വൈകല്യം മാറുകയും ചെയ്തു. അതോടുകൂടി ശിശുപാലന്റെ അമ്മ കരഞ്ഞു വിളിച്ച് ശ്രീകൃഷ്ണനോട് അയാളെ കൊല്ലരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീകൃഷ്ണൻ അവർക്കൊരു വാക്ക് കൊടുക്കുന്നു, ശിശുപാലന്റെ 100 തെറ്റുകൾ ഞാൻ പൊറുക്കും, അതിനുശേഷം മാത്രമേ അവനെ ഞാൻ ശിക്ഷിക്കുകയുള്ളൂ എന്നൊരു വാക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ശിശുപാലൻ വളർന്ന് വലുതാകുന്നു, ചേതിയിലെ രാജാവാകുന്നു. ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം വെച്ച് ശ്രീകൃഷ്ണനെ അപമാനിക്കുക എന്നുള്ള പരിപാടി ശിശുപാലൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ അപമാനങ്ങളുടെ എല്ലാം അവസാനമെന്ന് പറയുന്നത് യുധിഷ്ഠിരൻ യുദ്ധവിജയത്തിന് ശേഷം രാജസൂയ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അവിടെ കൃഷ്ണന് അഗ്രപൂജ നടത്താൻ വിളിക്കുന്ന സമയത്ത് ശിശുപാലൻ അതിനെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും തുടർച്ചയായി കൃഷ്ണനെ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 100ാമത്തെ തെറ്റ് ശിശുപാലൻ ചെയ്ത് കഴിഞ്ഞ നിമിഷം ശ്രീകൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് ശിശുപാലന്റെ ശിരച്ഛേദം നടത്തി എന്നാണ് കഥ. അതിനുശേഷം ശിശുപാലന്റെ ആത്മാവ് ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ ലയിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ശിശുപാലന്റെ കഥ പറയുമ്പോൾ നമ്മൾ ഈ സമകാലികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കുവാൻ തോന്നും. ഇലക്ഷൻ കാലമാണ് എങ്കിൽ കൂടി, ഇലക്ഷൻ കാലം അല്ലെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണല്ലോ വെപ്പ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലരും കിട്ടുന്ന മുറയ്ക്കൊക്കെ എന്തും പറഞ്ഞ് എതിരെ നിൽക്കുന്നവരെ അപമാനിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരിലും ശിശുപാലൻ കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയവുമുണ്ട്.